ഈ റൈഡിലൊക്കെ കയറിയിരുന്നോ അപകടം പറ്റിയ? അല്ല, അതിന് മുമ്പ് നമ്മളവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? സമയത്തില്ലായിരുന്നു, നമ്മളതിൻ്റെ താഴെ പൂളിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എപ്പോഴാണ് അറിഞ്ഞ് ഇങ്ങനെ അപകടം പറ്റി? നമ്മളത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു അവിടെ. ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു? നമ്മൾ കണ്ടില്ല, നമ്മളതിന് താഴെ നിൽപ്പുണ്ട്, ആ പൂളിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഇപ്പോൾ നിർത്തി വെച്ചു അല്ല? അത് നിർത്തി വെച്ചേക്കാം. അപ്പോൾ റീഫണ്ട് ഇപ്പം കൊടുക്കുമെന്ന് പറഞ്ഞു. റീഫണ്ട് തരാമെന്ന് പറഞ്ഞോ? ആ, പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കാലത്ത് ഒരു 9:30 10 മണി ആ സമയം ഫാമിലിയായിട്ട് വന്നു? ഫാമിലിയായിട്ട് വന്നു. എപ്പോഴാണ് അറിഞ്ഞ അപകടം? അവിടെ ഞങ്ങൾ ഊണ് കഴിച്ചിട്ടിരിക്കുന്നത്, ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു. ആ സമയത്തിലാണ് ഒരു സൗണ്ട് കേട്ട്. അപ്പോൾ പുറത്ത് വരുമ്പോഴാണ് മറ്റേ മറിഞ്ഞ് കിടക്കുന്നത് കണ്ടായിരുന്നു. ആ റൈഡിൽ കയറിയിരുന്നോ ഫാമിലി നിങ്ങൾ? ഇല്ല, കയറിയില്ല. കാലത്ത് കയറാൻ നിന്നാണ്. പിള്ളേർ തലകറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് കയറിയിട്ടില്ല. പക്ഷേ അതിൻ്റെ അടിയിൽ ഞങ്ങളുണ്ടായിരുന്നു. കാലത്തൊരു 11:30 സമയത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു 2 മണിക്കൂറിന് മുമ്പൊക്കെ. ഈ വലിയ സുരക്ഷ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. സുരക്ഷ ഒന്നുമല്ല, അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻ അവർ റാൻഡം ചെക്ക് ചെയ്യാറില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ചെക്ക് ചെയ്യാറില്ല, സേഫ്റ്റി പ്രോപ്പറായിട്ട് അവരൊന്നും നോക്കിയിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ആംബുലൻസ് ഇല്ല. ആംബുലൻസ് മസ്റ്റ് ഉണ്ടാവണമായിരുന്നു. ഒരു എമർജൻസി കേസ് ആണെങ്കിലും ആൾക്ക് കൊണ്ടുവരാം. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല. എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? ഒരു 1-2 മണിക്കൂർ മുന്നെയാണ്. ഫസ്റ്റ് ഇവർ ഒരു തവണ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം കാരണം ഇവന്മാർ കയറാൻ നിന്നെയാണ്. ആ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇവന്മാരെ ഇറക്കിയതാണ്. പിന്നെ രണ്ടാമത് പിന്നെ ഇത് കറക്കിയ സമയത്ത് ഇത് കറങ്ങിയിട്ട് ആദ്യം വന്നിട്ട് ആ ഇരുമ്പിൻ്റെ ഒരു മതിലിൻ്റെ സൈഡിൽ വന്നിട്ട് പിള്ളേരുടെ കാലെല്ലാം വന്ന് അടിച്ചതിന് ശേഷമാണ് ഇത് അങ്ങോട്ടേക്ക്. ആദ്യം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അമ്മ ഇവന്മാർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിയതാണ്. ഞങ്ങൾ തൻ്റെ താഴെ നിൽക്കുകയായിരുന്നു അവിടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവർ വെള്ളത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ഇവർ വെള്ളത്തിൽ കളിക്കാൻ പോയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വന്ന് ആ വെള്ളത്തിൻ്റെ മേൽഭാഗത്ത് ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഭയങ്കരമായൊരു സൗണ്ട് കേട്ട്. ഈ സൗണ്ട് കേട്ട് ഇനി പിള്ളേർ അങ്ങോട്ടെങ്ങണം പോയെന്ന് പറഞ്ഞ് ഞാനും വേറെ ഒരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ നിലവിളിച്ച് അങ്ങോട്ട് ഓടിയപ്പോഴത്തേക്ക് ഇവരവിടെ ഇല്ലെന്നും മനസ്സിലായി. അവിടെ ചെന്നപ്പോൾ കണ്ടത് ആ മേളിലിങ്ങനെ കറങ്ങുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നിലത്ത് കിടക്കുന്ന അതിൻ്റെ അടുത്ത് 2 പിള്ളേർ തെറിച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ വെള്ളത്തിൽ കളിക്കുന്ന പിള്ളേരടുത്ത് പറഞ്ഞു ഓടിവാ 2 പിള്ളേർ അവിടെ തെറിച്ച് വീണിട്ട്. അങ്ങനെ അവർ ഓടി വന്ന് അവരും കൂടിയൊക്കെ ഓടിയാണ് സഹായിച്ചത് അവരെയൊക്കെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ഇവരുടെ ടെമ്പോ വന്നപ്പോഴത്തേക്ക് ആളുകൾ ആദ്യത്തെ ടെമ്പോ വിട്ട് രണ്ടാമത് ടെമ്പോ വന്നപ്പം പറഞ്ഞ് ഈ ടെമ്പോയിൽ കൊണ്ടുപോയാൽ പറ്റത്തില്ല, ബ്ലഡ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ എമർജൻസി ആയിട്ട് അവരെ വിളിക്കാൻ പറഞ്ഞ് ആംബുലൻസിനെ. ആശുപത്രി കൊണ്ടുപോകാൻ താമസം എടുത്തോ? ഇല്ല, ആംബുലൻസ് ഇതിന് ആകാൻ കൊണ്ട് പെട്ടെന്ന് ആംബുലൻസ് അവർ വിളിച്ച് ആംബുലൻസിലൊക്കെ വന്ന് 2 പേര് ആംബുലൻസ് വന്ന് 2 പ്രാവശ്യമായിട്ട് 2 ആംബുലൻസും പെട്ടെന്ന് കൊണ്ടുപോയത്. പിന്നെ ലാസ്റ്റ് ഒരു കൊച്ചിൻ്റെ ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ തമ്മിലിങ്ങനെ തർക്കം നടന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് അതിനെ കൊണ്ടുപോകാൻ വൈകിയത്.